ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു ദിനോസർ വേൾഡിലേക്ക് പോയാലോ? ഇത് എവിടെയാണെന്നറിയാമോ? ദുബായിലെ റിവർലാൻഡ് എന്ന് പറയുന്ന സ്പോട്ടിലാണ്. കണ്ടാൽ ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ദിനോസേഴ്സിൻ്റെ സ്റ്റാച്ചു ആണിതാ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റാച്ചുവിൻ്റെ പരിസരത്തൊന്നും ഞങ്ങളുടെ മോളെ കാണാൻ സാധിക്കില്ല, പേടിയാണ്. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ പോലും അമ്മ അച്ഛ മാറ എനിക്ക് പേടിയാണ്, നിങ്ങൾ അതിൻ്റെ അടുത്ത് പോവല്ലേ എന്നാണ് എൻ്റെ മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, ഈ റിവർലാൻഡ് നമ്മളുടെ മക്കളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഇതിനകത്തിൽ ജുറാസിക് വേൾഡ് മാത്രമല്ല, കാണാൻ പലതരത്തിലുള്ള കാഴ്ചകളുമുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. യുഎയിലിപ്പോൾ വിൻ്റർ സീസൺ അല്ലേ, കൂടാതെ സ്കൂൾ വെക്കേഷൻ ടൈമും. മക്കളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അവരുടെ കൂടെ ഒന്ന് കറങ്ങാൻ പോകാൻ തോന്നുവാണെങ്കിൽ അതിന് പറ്റിയൊരു സ്പോട്ടാണ് റിവർലാൻഡ്. അവർക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒത്തിരി വളരെ ഭംഗിയുള്ള കാഴ്ചകളും ഒത്തിരി കൗതുകങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു ദിനോസറിനെ കണ്ടോ? ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ഇത് ഒറിജിനൽ ആയിരിക്കുമെന്ന്. അതിൻ്റെ കണ്ണ് തന്നെ റെഡ് കളറാണ്, ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, കണ്ണ് കണ്ടോ കുട്ടൻ ചേട്ടാ, റെഡ് കളറാണെന്ന്. കണ്ണ് മാക്സിമം ഞാൻ ഫോക്കസ് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറ്റ്സ് റിയലി സ്കാരി. സിനിമകളിലും കഥകളിലും മാത്രം കണ്ടിട്ടുള്ള ദിനോസറിനെ ഞങ്ങളിതാ ഇങ്ങനെ ഒരു രീതിയിൽ റിവർലാൻഡിൽ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു. മുന്നോട്ട് പോയപ്പോൾ വലിയൊരു ഡൈനോസറിൻ്റെ പൊട്ടിയ മുട്ട. അവിടെ ഫോട്ടോ എടുക്കാൻ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി എൻ്റെ മോൾക്കായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും കാണാക്കാഴ്ചകൾ തേടി മുന്നോട്ട്. അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട, റിവർലാൻഡ് ദുബായ്. തിരക്കൊക്കെ ഒഴിഞ്ഞ് നിൽക്കുമ്പോൾ മക്കളൊക്കെ ആയിട്ടൊന്ന് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.